ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവെച്ച് വിദഗ്ധ സമിതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലാത്തതിനാൽ മുടങ്ങിയത് 2 ശസ്ത്രക്രിയകൾ. ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടും ഓർഡർ നൽകിയത് 3 മാസം കഴിഞ്ഞ്. ഉപകരണങ്ങൾ പിരിവിട്ടു വാങ്ങിയെന്ന് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ട്. ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം നാളെ കേൾക്കും. ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വിളവെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. സിനിമാ കോൺക്ലേവ് സമാപന ചടങ്ങിൽ വിവാദ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമ എടുക്കാൻ വരുന്നവർക്ക് സഹായധനം നൽകുന്നതിന് മുൻപ് മികച്ച പരിശീലനം നൽകണം. സ്ത്രീയാണെന്ന് കരുതി മാത്രം ചലച്ചിത്ര കോർപ്പറേഷൻ പണം നൽകരുതെന്നും അടൂർ. പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പണം നൽകിയത് കഴിവുള്ളവർക്കെന്നും നല്ല സിനിമകൾക്ക് ഗ്രാന്റ് നൽകുന്നത് തുടരുമെന്നും മന്ത്രി സജി ചെറിയാൻ. VC നിയമനത്തിൽ സമവായം വേണമെന്ന് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരായ P രാജീവും ഡോക്ടർ R ബിന്ദുവും. താൽക്കാലിക VCമാരുടെ പുനർനിയമനം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമെന്ന് രാജ്ഭവൻ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർക്കുലർ ഇറക്കി രജിസ്ട്രാർ മിനി കാപ്പൻ. ഭരണകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിർദ്ദേശം. തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. സംസ്ഥാനത്ത് 5 ദിവസം തീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർ ദുരിതത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങളില്ല. ജോലി സമ്മർദ്ദവും വലയ്ക്കുന്നു. ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളുമില്ല. 65,000-ഓളം വരുന്ന ജീവനക്കാർ സമരത്തിലേക്ക്. ടോപ് 10 സ്പെഷ്യൽ.